നമസ്കാരം. 2024 നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഡിഗ്രി പ്രിലിംസും മെയിൻസും എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഇത് പ്രയോജനകരമായിരിക്കും. പിന്നെ നമ്മൾ ടോപ്പിക് വൈസ് ഡിഗ്രി മെയിനും പ്രിലിംസിനും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കയറി നോക്കിയാൽ മതിയാവും. ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നൽകിയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. Arjun went 25 km to west from his house, then turned left and walked 15 km. He then turned east and walked 40 km and finally turned left and covered 15 km. How far is he from his house? അപ്പം ഡയറക്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കിത് പടം വരച്ചോ അല്ലാതെയൊക്കെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ പടം വരയ്ക്കാതെ ഒന്ന് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കാണണമെങ്കിൽ നിങ്ങൾ ഡയറക്ഷൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതിനകത്ത് ഫുള്ള് ഡിഗ്രി ലെവലിൽ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് സാധനം അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കയറി കാണാവുന്നതാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ അത് കാണുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് പടം ഡയറക്ഷനാണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉള്ള ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ നിങ്ങൾ ESW1 എന്നെഴുതുക. ESWN. E എന്ന് പറഞ്ഞാൽ ഈസ്റ്റാണ്, S എന്ന് പറഞ്ഞാൽ സൗത്താണ്, W എന്ന് പറഞ്ഞാൽ വെസ്റ്റാണ്, N എന്ന് പറഞ്ഞാൽ നോർത്താണ്. ഓക്കെ, ഈസ്റ്റിൻ്റെ റൈറ്റിലാണ് സൗത്ത് ഇരിക്കുന്നത്, സൗത്തിൻ്റെ റൈറ്റ് വെസ്റ്റ്, വെസ്റ്റിൻ്റെ റൈറ്റ് നോർത്ത്, നോർത്തിൻ്റെ റൈറ്റ് ആരുമില്ല, അപ്പോൾ നിങ്ങൾ ഈസ്റ്റ് എടുക്കണം. നോർത്തിൻ്റെ ലെഫ്റ്റ് വെസ്റ്റ്, വെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൗത്ത്, സൗത്തിൻ്റെ ലെഫ്റ്റ് ഈസ്റ്റ്, ഈസ്റ്റിൻ്റെ ലെഫ്റ്റ് നോർത്ത്. ഓക്കെ, അർജുൻ വെൻറ്റ് 25 km ടു വെസ്റ്റ്. ഇപ്പോൾ വെസ്റ്റിലോട്ട് 25 km പോയി. അപ്പോൾ വെസ്റ്റിൻ്റെ താഴെ 25 km എഴുതാം. ദെൻ ടേൺ ലെഫ്റ്റ്, അതിനുശേഷം ലെഫ്റ്റ് തിരിഞ്ഞ് വെസ്റ്റിൻ്റെ ലെഫ്റ്റ് 15 km പോയി. അപ്പോൾ ഇവിടെ 15 എഴുതുക. വെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൗത്തിലായിട്ട് 15 km എഴുതുക. ദെൻ ടേൺ ഈസ്റ്റ്, പിന്നെ ഈസ്റ്റിലോട്ട് 40 km പോയി. അപ്പോൾ ഈസ്റ്റിൻ്റെ അവിടെ 40 എഴുതുക. ഫൈനലി ടേൺ ലെഫ്റ്റ്, വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുമില്ല, അപ്പോൾ നോർത്തിൽ എഴുതണം. 15 km പോയി. ഓക്കെ, ഹൗ ഫാർ ഈസ് ഹീ ഫ്രം ഹിസ് ഹൗസ്? അയാൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് അയാൾ യാത്ര തുടങ്ങിയേക്കുന്നത്. അപ്പോൾ എത്ര ദൂരത്തിലാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്താൽ മതി. എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? എതിർദിശകൾ തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് കൂടുതലുള്ള നമ്പർ എവിടെയാണോ അതിൻ്റെ താഴെയായിട്ട് എഴുതുക. ഈസ്റ്റ് വെസ്റ്റ് എതിർദിശയാണ്, തമ്മിൽ കുറയ്ക്കുക. 40 25 തമ്മിൽ കുറച്ചാൽ 15 കിട്ടും. കൂടുതൽ ഈസ്റ്റിലായിട്ട് എഴുതുക. പിന്നെ സൗത്തും നോർത്തും തമ്മിൽ കുറയ്ക്കുക. സൗത്തിൽ 15 ഉണ്ട്, നോർത്തിൽ 15 ഉണ്ട്. കുറയ്ക്കുമ്പോൾ 0 ആയി അങ്ങ് പോകും. അപ്പോൾ ഇനി അത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒരു നമ്പർ മാത്രമായെങ്കിൽ അത് നമ്മുടെ ഉത്തരവാണ്. 15 മീറ്റർ ആണോ കിലോമീറ്റർ? 15 കിലോമീറ്റർ ഏത് ഡയറക്ഷന് താഴെ നിൽക്കുന്നത്? ഈസ്റ്റിലായിട്ടായിരിക്കും അയാൾ നിൽക്കുന്നത്. ഇപ്പം യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി 15 km. ഡയറക്ഷൻ ചോദിച്ചിട്ടില്ല, ചോദിച്ചായിരുന്നെങ്കിൽ ഈ ഈസ്റ്റ് ആയിരുന്നു കിട്ടിയേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ ആൽഫ ന്യൂമറിക് സീരീസ്. ഈ സീരീസിൻ്റെ നെക്സ്റ്റ് നമ്പർ കണ്ടെത്തണം. ചുമ്മാ നമുക്കൊന്ന് നോക്കിയാലോ. എ, ഈ ഇഷ്ടമുള്ളത് നമുക്ക് നോക്കാം. ഇത് എ ആദ്യത്തെ ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ എയിൽ പിടിക്കുക. എ ഒന്നാമത്തെ ലെറ്ററാണ്. ഡി 4ാമത്തെ ലെറ്ററാണ്. ഞാൻ എല്ലാത്തിൻ്റെയും 3ാമത്തെ ലെറ്റർ നോക്കി പോവാം. ജി 7ാമത്തെ ലെറ്ററാണ്. ഇത് ജെയാ 10ാമത്തെ ലെറ്ററാണ്. ഇത് എം 13ാമത്തെ ലെറ്ററാണ്. പി 16ാമത്തെ ലെറ്ററാണ്. ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 1 4 7 10 13 16 3 വെച്ച് കൂടുമല്ലേ? 1 + 3 4, 4 + 3 7, 7 + 3 10, 10 + 3 13, 13 + 3 16. അതായത് ജി 7ാമത്തെ ലെറ്റർ A1 B2 C3 അങ്ങനെ പോകുമ്പോൾ ജി 7ാമത് വരുന്നത്. അത് ആ നമ്പർ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 16 + 3 എത്ര? 19. 19ാമത്തെ ലെറ്റർ ആര്? പി കഴിഞ്ഞിട്ട് 3ാമത്തെ ലെറ്റർ PQRS. 19ാമത്തെ ലെറ്റർ S ആണ്. അപ്പം ലാസ്റ്റ് S വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടോ അത് നിലനിർത്തിയിട്ട് ബാക്കി വെട്ടാം. ഇത് ലാസ്റ്റ് S വരുന്നില്ല, വെട്ടാം. ഇത് ലാസ്റ്റ് S വരുന്നില്ല, വെട്ടാം. ഇത് ലാസ്റ്റ് S വരുന്നില്ല, വെട്ടാം. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഏകർപ്പിക്കാം. നമുക്ക് ഭാഗ്യം ഉണ്ടായതുകൊണ്ട് അത് കിട്ടിയത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ആദ്യത്തത് നോക്കേണ്ടി വരും. ഇസഡിൻ്റെ 24, എക്സ് 26 അല്ലേ? X 24ാമത്തെ ലെറ്റർ, V 22ാമത്തെ ലെറ്റർ. ഇപ്പോൾ 2 കുറഞ്ഞുകൊണ്ടിരിക്കുക. T 20ാമത്തെ ലെറ്റർ, R 18ാമത്തെ ലെറ്റർ, P 16ാമത്തെ ലെറ്റർ. ഇനി 14ാമത്തെ ലെറ്റർ ആദ്യം വരുന്നത് എത്ര? N. ഇപ്പോൾ N സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, N സ്റ്റാർട്ട് ചെയ്ത് S അവസാനിക്കുന്നത്.
നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ട് അങ്ങനെ ഓരോ ഓപ്ഷനേ ഉള്ളൂ എ. ഓക്കെ അല്ലേ? നമ്പർ നമ്മൾ നോക്കുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. ഇഫ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ അതർ ദാൻ ലീപ്പ് ഇയർ ബ്രാക്കറ്റിൽ വാസ് സൺഡേ, അതായത് ലീപ്പ് ഇയർ അല്ലാത്ത ഒരു വർഷത്തിലെ ആദ്യ ദിനം, ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ആദ്യ ദിനം ഞായറായിരുന്നു, സൺഡേ ആയിരുന്നു. ദെൻ വിച്ച് വാസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ, ഒരു വർഷത്തിലെ ആദ്യ ദിനം, ലീപ്പ് ഇയർ അല്ലാത്ത മീൻസ് സാധാരണ വർഷത്തിലെ ഒരു വർഷത്തിലെ ആദ്യ ദിനം ഞായറായിരുന്നെങ്കിൽ വിച്ച് വാസ് ദ ലാസ്റ്റ് ഡേ, ആ വർഷത്തെ അവസാന ദിനം ഏതാണ്? ഒരു സാധാരണ വർഷത്തിലെ ആദ്യ ദിവസവും അവസാന ദിവസവും സെയിം ആയിരിക്കും. എന്നുവെച്ചാൽ ഞായറാണ് ആദ്യ ദിവസമെങ്കിൽ അവസാന ദിവസവും ഞായർ തന്നെയായിരിക്കും. ഓപ്ഷൻ സി. ഓക്കെ. പക്ഷെ ലീപ്പ് ഇയർ വരപ്പോഴേ ഇപ്പം ഞായറിൽ തുടങ്ങുവാണെങ്കിൽ അടുത്ത ദിവസം, ഞായറിൽ തുടങ്ങി അടുത്ത ദിവസം വരാം തിങ്കളിലായിരിക്കും ആ വർഷം അവസാനിക്കുന്നത്. ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ജനുവരി 1, അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഡിസംബർ 31. ഓക്കെ. സാധാരണ വർഷമാണെങ്കിൽ ആദ്യ ദിനം അവസാന ദിനം സെയിം ദിവസമായിരിക്കും. ആദ്യ വർഷമാണെങ്കിൽ ആദ്യ ദിവസം ഏതാണോ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും അവസാന ദിവസം. ഇനി ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. പി ഈസ് ക്യൂ സിസ്റ്റർ. പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ സിസ്റ്ററാണ്. നമുക്കൊന്ന് എഴുതാം. പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ സിസ്റ്ററാണ്. പി ഒരു സിസ്റ്ററാണ് കേട്ടോ. ആരുടെ? ക്യൂവിൻ്റെ. ഇപ്പം ഞാൻ പിക്ക് ഒരു വട്ടം ഇട്ട് എന്തിനാന്ന് വെച്ചാൽ ഫീമെയിൽ പേഴ്സണെ എല്ലാം വട്ടവും, മെയിലിനെല്ലാം നമുക്കൊരു സ്ക്വയറും കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ സിസ്റ്റർ ആണെന്ന് പറഞ്ഞല്ലോ. ക്യൂവിനെ കുറിച്ച് ധാരണയില്ല, ഇനി അടുത്തതൊക്കെ വായിക്കപ്പോഴേ കിട്ടുമായിരിക്കും. ആർ ഈസ് ദ ക്യൂസ് മദർ. ക്യൂവിൻ്റെ മദറാണ് ആറ്. ക്യൂവിൻ്റെ മദർ ഇതാണ് ആറ്. ക്യൂവിൻ്റെ മദറാണ്, അമ്മയാണ്. അപ്പോൾ ഇത് സഹോദരങ്ങളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ രണ്ടുപേരുടെ അമ്മയായിരിക്കും ആറ്. അപ്പോൾ പിൻ്റെയും ക്യൂവിൻ്റെയും അമ്മയാണ് ആറ്. എസ് ഈസ് ആർസ് ഫാദർ. എസ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഫാദറാണ്. ആറിൻ്റെ ഫാദറാണ് എസ് ഫാദറാണ്, മെയിൽ പേഴ്സൺ ആണേ. ആറിൻ്റെ ഫാദർ. ടി ഈസ് എസ് മദർ. ഇത് ഇങ്ങോട്ട് സ്ഥലമില്ല, ഞാൻ ഇങ്ങോട്ടങ്ങ് എഴുതുക. ടി എന്ന് പറയുന്നത് എസിൻ്റെ മദറാണ്. ഓക്കെ. ദെൻ ഹൗ ഈസ് പി റിലേറ്റഡ് ടു എസ്. പി റിലേറ്റഡ് ടു എസ് എന്ന് പറഞ്ഞാൽ പി ആരാണെന്ന് പറയണം. ഈ പി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ആരുടെ? എസിൻ്റെ മോളുടെ മോളല്ലി, അപ്പോൾ കൊച്ചുമോളായി. എസിൻ്റെ മോളുടെ മോളല്ലി പി, അപ്പോൾ കൊച്ചുമോളാണ് ഈ പി. എസിൻ്റെ കൊച്ചുമോൾ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഡോട്ടർ. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, ഗ്രാൻഡ് ഡോട്ടർ. ഓപ്ഷൻ ഡി. ഓക്കെ. പി റിലേറ്റഡ് ടു എസ് എന്ന് പറഞ്ഞാൽ പി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക്. പി കൊച്ചുമോളാണ്. ഓക്കെ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സാമിനേഷൻ 40% ഓഫ് ദ സ്റ്റുഡൻറ്റ് ഫെയിൽഡ് ഇൻ ഇംഗ്ലീഷ്, 53% ഓഫ് ദ പെർസെൻറ്റേജ് ഇൻ മാത്തമാറ്റിക്സ്. ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ്. 15% ഫെയിൽഡ് ഇൻ ബോത്ത് സബ്ജക്റ്റ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഹൂ പാസ്ഡ് ബോത്ത് സബ്ജക്റ്റ്? ഓക്കെ. ഇതിൻ്റെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ടോപ്പിക് വൈസ് വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എളുപ്പവഴി അതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കി അത് കിട്ടും. എളുപ്പവഴി അതിനകത്ത് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ആ എളുപ്പവഴി തന്നെ ഒന്ന് പറയുവാണേ. ഇപ്പം 40% സ്റ്റുഡൻറ്റ് ഫെയിൽഡ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന് ഫെയിലായവരാണ് 40%. അത് ഞാൻ എ എന്ന സർക്കിളിനകത്തുള്ള ആളാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇംഗ്ലീഷിന് ഫെയിലായവരാണ് 53% ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിന് ഫെയിലായവരാണ് എന്തെന്ന് പറയുന്നത് 53%. അത് ഞാൻ ബി എന്ന സർക്കിളിലാട്ടാണെന്ന് വിചാരിക്കുന്നത്. അതായത് എ എന്ന സർക്കിളിൽ ഇംഗ്ലീഷിന് ഫെയിലായവരെല്ലാം നിൽക്കുവാണ്, മാത്സിന് ഫെയിലായവരെല്ലാം ബി എന്ന സർക്കിളിൽ നിൽക്കുവാണ്. ഓക്കെ. 15% ഫെയിൽ ബോത്ത് സബ്ജക്റ്റ്. രണ്ടിനും ഫെയിലായവർ 15%. രണ്ടിനും ഫെയിലായോ എന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണത്തിൻ്റെ കോമൺ പാർട്ട്, അതായത് എയും ബിയും എന്ന് പറയുന്ന രണ്ട് സർക്കിളിനകത്തും കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് സി.
രണ്ടിനും ഫെയിലായവരാണ് സി എന്ന് വിളിക്കുന്നത്. ഓക്കെ, രണ്ടിനും കോമണിൻ്റെ സി അവിടെ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. രണ്ടിനും ഫെയിലായവരാണ് 15%. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ദോസ് ഹൂ പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്റ്റ്? രണ്ട് സബ്ജക്റ്റിനും പാസ്സായവർ എക്കകത്തോ ബിക്കകത്തോ വരത്തില്ല, അവർ പുറത്ത് നിൽക്കുന്നവരാ. പി എന്ന് ഞാൻ വിളിക്കുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പുറത്ത് നിൽക്കുന്നവരെ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ എ 40% ഇംഗ്ലീഷിന് ഫെയിലായവർ, ബി മാത്സിന് ഫെയിലായവർ. ഇംഗ്ലീഷിലോ മാത്സിലോ ഫെയിലായെങ്കിൽ എക്കകത്തോ ബിക്കകത്തോ വന്നേനെ, പക്ഷേ രണ്ട് സബ്ജക്റ്റിനും ജയിച്ചവരെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം ഒന്നിനും ഫെയിലായിട്ടില്ല അവർ, എന്നുവെച്ചാൽ ഇതിനകത്ത് വരാതെ പുറത്ത് നിൽക്കുന്നവർ പി. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് വെച്ച് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷനാണ് നമ്മളിനി പറയാൻ പോകുന്നത്. TC ദാറ്റ് ഇസ് ഈക്വൽ ടു ABP. ഇതാണ് നമ്മുടെ റിസൾട്ട്. ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആൾക്കാർ, സി എന്ന് പറഞ്ഞാൽ കോമൺ, എ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം, ബി എന്ന് പറഞ്ഞാൽ അടുത്തത്, പി എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാതെ പുറത്തിരിക്കുന്നവർ. TC ദാറ്റ് ഇസ് ഈക്വൽ ടു ABP. ഇതാണ് നമ്മൾ പഠിച്ചു വച്ചേക്കുന്ന റിസൾട്ട്. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ ഇവിടെ പെർസെൻറ്റേജ് ആണെങ്കിൽ ടി എന്ന് പറഞ്ഞാൽ മൊത്തം ആൾക്കാരാണ്, മീൻസ് 100% ടോട്ടൽ ആൾക്കാർ. ഇപ്പം ടി 100 സി എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. കോമൺ എത്ര? 15. ഓക്കെ, ഇനി അടുത്ത എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം. എ എന്ന് പറഞ്ഞാൽ 40%, ബി എന്ന് പറഞ്ഞാൽ 53%, പി എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർ. അപ്പം 100 + 15 115. ദാറ്റ് ഇസ് ഈക്വൽ ടു 40 + 53 93 പ്ലസ് പി. 93 ഇപ്പുറത്ത് വരുമ്പോൾ പുറത്തുള്ളവരെ കിട്ടും. 115 - 93. 115 93 പോട്ടെ. 5 3 2 22. അപ്പോൾ 22% പുറത്തുള്ളവരായിരിക്കും. ഡി. ഓക്കെ, ഇതാണ് കഥ. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇതിൻ്റെ എളുപ്പവഴിയാണ്, ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ വീഡിയോ ഒന്ന് വൃത്തിയായിട്ട് കണ്ടാൽ ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റെഡ് 12, ബ്ലൂ 20, വയലറ്റ് 42. അങ്ങനെയാണെങ്കിൽ മജന്ത. ഇതേ നമ്മൾ 6 18, 6 18ാമത്തെ ലെറ്റർ, ഇക്ക് 5 ഡിക്ക് 4 കൊടുത്ത് എങ്ങനെ ആയിരുന്നു ആലോചിച്ചാൽ ഈ 12 കിട്ടത്തില്ല. മനസ്സിലായി? അപ്പോൾ ഇതിന് വേറെ കണക്ഷൻ, അതെന്തോന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങളിങ്ങോട്ട് നോക്ക്. ഈ റെഡിനകത്ത് മൊത്തത്തിൽ 3 ലെറ്റർ ഉണ്ട്. 3 ലെറ്റർ, അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോഴാണ് ഈ 12 കിട്ടുന്നത്. കണ്ടോ? ഇതിനകത്ത് 1 2 3 4 4 ലെറ്റർ ഉണ്ട്. ഈ 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ 20 കിട്ടും. എന്നുവെച്ചാൽ ഇതിനകത്ത് മൊത്തം ലെറ്റർ 1 2 3 ആണ്, 3 എണ്ണം. 3ഉം അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ 4 മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 12. 1 2 3 4 4ഉം തൊട്ടടുത്ത സംഖ്യ 5 മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 20. അടുത്തത് ഇത് ശരിയാവുമോ നോക്ക്. 1 2 3 4 5 6 6ഉം തൊട്ടടുത്ത സംഖ്യ 7 മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 42. അങ്ങനെയാണ് 1 2 3 4 5 6 7 7ഉം തൊട്ടടുത്ത സംഖ്യ 8 മൾട്ടിപ്ലൈ ചെയ്യുന്ന 56 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക്? 6:40. 6:40 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്ര എന്നാണ് ചോദ്യം. മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കുക ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തുവാ? 30h - 11/2 m. അപ്പോൾ 30 × h. h എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയത്തിലെ മണിക്കൂറാണ് 6, മൈനസ് 11/2 m എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിലെ മിനിറ്റാണ് 40. 2ഉം 40 കട്ട് ചെയ്യുന്നു 20. 60 × 30 × 6 180. 11 × 20 220. തമ്മിലുള്ള വ്യത്യാസമാണ് 180 220 തമ്മിലുള്ള വ്യത്യാസം. 40 അല്ലേ? 40. അപ്പോൾ 40 ഡിഗ്രി നീട്ടും. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ വാച്ച് വിച്ച് ഈസ് സെറ്റ് കറക്റ്റ് അറ്റ് 5 AM ഗെയിൻ 2 minutes ഇൻ എവരി 30 minute. ഓരോ 30 മിനിറ്റിലും, എൻ്റെ മലയാളം ഇങ്ങനെയാണ്, ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വെച്ച് ഗെയിൻ ആവുന്ന ക്ലോക്ക്. 2 മിനിറ്റ് വെച്ച് ഗെയിൻ എന്ന് വെച്ചാൽ എന്തുവാ? അതായത് ഇതിനകത്ത് 10 മണിക്ക് സമയം ശരിയാക്കി വെച്ചു, 10:30 അരമണിക്കൂർ കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് 10:32 ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ 2 മിനിറ്റ് എക്സ്ട്രാ പോയിട്ടുണ്ടാവും. ക്ലിയർ ആണോ?
അപ്പം ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വെച്ച് എക്സ്ട്രാ ഓടും. അങ്ങനൊരു ക്ലോക്ക്. ഓക്കെ, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ട്രൂ ക്ലോക്ക് 30 മിനിറ്റ് പിന്നിടപ്പം നമ്മുടെ റോങ് ക്ലോക്ക് എന്ന് വെച്ചാൽ ഈ ചോദ്യത്തിനകത്തെ കഥാപാത്രമായ റോങ് ക്ലോക്ക് 32 മിനിറ്റ് ഓടിയിട്ടുണ്ടാവും. 32 മിനിറ്റ് ഓടിയിട്ടുണ്ടാവും. ഓക്കെ, ഈ ക്ലോക്ക് രാവിലെ 5 മണിക്ക് സമയം ശരിയാക്കി വെച്ച് എന്ന് വെച്ചാൽ നമ്മുടെ റോങ് ക്ലോക്ക് നിലവിൽ 5 മണിയായപ്പം കറക്റ്റ് 5 മണി തന്നെ കാണിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആക്ച്വൽ ടൈം? അടുത്ത സെൻറ്റൻസ് ആണ്. വാട്ട് ഈസ് ദ ആക്ച്വൽ ടൈം വെൻ ദ വാച്ച് ഷോസ് 10:20 AM? നമ്മുടെ ക്ലോക്ക് 10:20 കാണിക്കപ്പോൾ നമ്മുടെ റോങ് ക്ലോക്ക് 10:20 കാണിക്കപ്പം 10:20 റോങ് ക്ലോക്ക് 10:20 കാണിക്കപ്പം ആക്ച്വൽ ടൈം എത്രയായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പോൾ 5 AM 10:20 AM ആവുമ്പം റോങ് ക്ലോക്ക് 5 AM നിന്ന് 10:20 എത്താൻ നേരത്ത് നമ്മുടെ യഥാർത്ഥ ക്ലോക്ക് എത്ര സമയം പിന്നിട്ട് കാണിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പോൾ രാവിലെ 5 മണിക്ക് ഈ റോങ് ക്ലോക്ക് ശരിയായ സമയം കാണിച്ചു. ഇനി ആ റോങ് ക്ലോക്ക് വന്ന് നോക്കിയപ്പോൾ 10:20 ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സമയം എത്ര? ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മുടെ റോങ് ക്ലോക്ക് എത്ര സമയം പിന്നിട്ട് 5 AM നിന്ന് 10:20 ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 5 AM നിന്ന് 10 AM ആവപ്പോൾ തന്നെ 5 മണിക്കൂറാവും. 5 മണിക്കൂറും പിന്നെ ഒരു 10:20 ആയിട്ടുണ്ട്. 20 മിനിറ്റ് കൂടെ പിന്നിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ മൊത്തം എത്ര മിനിറ്റ്? 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 60 മിനിറ്റാണ്. അപ്പോൾ 5 മണിക്കൂർ 5 × 60 300 മിനിറ്റ്. 320 320 മിനിറ്റ് പിന്നിട്ടിട്ടുണ്ട്. മനസ്സിലായോ? അതായത് 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 5 × 60 300 മിനിറ്റ്. പിന്നെ ഇവിടെ ഒരു 20 മിനിറ്റ് ഇവിടെ 300 മിനിറ്റ് 20 മിനിറ്റ് കൂടെ ചേർന്ന് 320 മിനിറ്റ് നമ്മുടെ റോങ് ക്ലോക്ക് പിന്നിട്ടിട്ടുണ്ട്. നമ്മുടെ ട്രൂ ക്ലോക്ക് 30 മിനിറ്റ് പിന്നിടപ്പം റോങ് ക്ലോക്ക് 32 മിനിറ്റ് പിന്നിടും. ഓക്കെ, നമ്മുടെ റോങ് ക്ലോക്ക് 320 മിനിറ്റ് ഇപ്പം തന്നെ പിന്നിട്ട് കഴിഞ്ഞ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ട്രൂ ക്ലോക്ക് യഥാർത്ഥ ക്ലോക്ക് എത്ര സമയം പിന്നിട്ടിട്ടുണ്ടാവും? കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? ഇത് കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, എതിരെ നിൽക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം. 30 × 320. ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 32. 32നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 320 കിട്ടും? 10. 30 × 10 എത്ര? 300 മിനിറ്റ് പിന്നിട്ടിട്ടുണ്ടാവും. 300 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 60 മിനിറ്റാണ് 1 മണിക്കൂർ. 60 × 5 300 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 മണിക്കൂറായി. മീൻസ് 5 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ടാവും. നമ്മുടെ ട്രൂ ക്ലോക്ക് 5 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ 5 AM നമ്മുടെ ട്രൂ ക്ലോക്കും റോങ് ക്ലോക്കും ഒരേ സമയം കാണിച്ചേക്കുന്നത്. ഇത് 5 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ടാവും. അപ്പോൾ 5 മണിക്കൂർ പിന്നിട്ടാൽ ട്രൂ ക്ലോക്ക് അപ്പോൾ എത്ര സമയമായിട്ടുണ്ടാവും? 10 AM ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സമയം ട്രൂ ക്ലോക്കിനകത്ത് സമയം 10 AM ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ സി. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ക്ലോക്കിൻ്റെ സീരീസിനകത്തും ഉണ്ട്. പിന്നെ ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് ചെയ്തേക്കുന്ന ഒരു വീഡിയോസും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുന്നത് നന്നായിരിക്കും. വീണ്ടും പറയുകയാണ്, നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും കാണുക. കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ചുമ്മാ ഇരിക്കട്ടെ. അപ്പോൾ 10 AM ക്ലിയർ അല്ലേ? അതായത് നമ്മുടെ ട്രൂ ക്ലോക്ക് 30 മിനിറ്റ് പിന്നിടപ്പം റോങ് ക്ലോക്ക് 32 മിനിറ്റ് പിന്നിടും. നമ്മുടെ റോങ് ക്ലോക്ക് 5 AM നിന്ന് 10:20 ആയിട്ടുണ്ട്. മീൻസ് 320 മിനിറ്റ് പിന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ റോങ് ക്ലോക്ക് 320 പിന്നിട്ടത് ട്രൂ ക്ലോക്കിൽ എത്ര സമയം കൊണ്ടാണെന്ന് കണ്ടുപിടിക്കണം. അത് ക്രോസ് ചെയ്ത് ചെയ്യുമ്പോൾ അത് കിട്ടും. 5 മണിക്കൂർ കൊണ്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ 5 മണിക്കൂർ കൂട്ടപ്പം ട്രൂ ക്ലോക്കിലെ സമയം കിട്ടും. 5 AM നിന്ന് 5 മണിക്കൂർ കൂട്ടിയ 10 AM. വളരെ ഈസി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ദ ആവറേജ് ഓഫ് 6 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 25. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മാളസ്റ്റ് ഓഫ് ദീസ് നമ്പർ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ആളാണ്. അപ്പം നടുക്ക് നിൽക്കുന്ന ആളാണ് ഈ 25 ആവറേജ്. പക്ഷേ ഈവൻ നമ്പരാന്ന് പറയുന്നുണ്ട്. ഈ 25 ഒരു ഈവൻ നമ്പരാണോ? അല്ല. 25 ഒരു ഈവൻ നമ്പരേ അല്ല. പക്ഷേ 25 ആവറേജ് ആണ്. അത് നടുക്ക് നിൽക്കുന്ന ആൾ തന്നെയാണ്. ക്ലിയർ ആണോ? പക്ഷേ ഈ 6 എണ്ണത്തിൽ ഒരാളല്ല ഈ 25. കാര്യം ഈവൻ നമ്പരാ പറഞ്ഞേക്കുന്നത്. ഈവൻ നമ്പർ അല്ലല്ലോ 25. അപ്പോൾ 6 എണ്ണത്തിൽ ഒരാളല്ല. 6 ഈവൻ നമ്പരാ. 6 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ. ഈ 6 എണ്ണോ ഈവൻ നമ്പരാ.
പക്ഷേ ഈ 6 നടുക്ക് നിൽക്കുന്ന ആളാണ് 25. ഈ 6 ഒരാളല്ല 25. കാര്യം 25 ഒരു ഈവൻ അല്ല, ഓഡ് നമ്പരാണ്. പക്ഷേ ആവറേജ് ആയതിൻ്റെ പേര് ഇയാൾ നടുക്ക് നിന്നേ പറ്റൂ. അപ്പം ബാക്കി 6 പേരെ മൊത്തം ഉള്ളത്. ആ 6 നടുക്കാണ് 25എങ്കിൽ ആ 6 3 പേര് ഇപ്പുറത്തായിരിക്കത്തില്ലേ നിൽക്കുന്നത്, 3 പേര് അപ്പുറത്തുമായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ 25 അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുള്ള ഈവൻ നമ്പർ അങ്ങ് എടുത്താൽ പോരെ. 25 ഇപ്പുറത്ത് ആരുണ്ട്? 24 ഉണ്ട്, പിന്നെ 22 ഉണ്ട്, പിന്നെ 20 ഉണ്ട്. അപ്പുറത്തോട്ടോ 25 കഴിഞ്ഞിട്ടുള്ള 26 ഉണ്ട്, പിന്നെ 28 ഉണ്ട്, 30 ഉണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതായിരിക്കും ആ 6 സംഖ്യകൾ 1, 2, 3, 4, 5, 6. ഇതിൻ്റെ ആവറേജാണ് 25. സംശയം ഉണ്ടെന്ന് നോക്കിക്കോ. ഈ 1, 2, 3, 4, 5, 6 ഈ 6 ആവറേജ് കണ്ടുപിടിച്ചോ, നിങ്ങൾക്ക് 25 കിട്ടും. നമുക്ക് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മാളസ്റ്റ് ഓഫ് ദീസ് നമ്പർ. ഈ 6 നമ്പറിലെ ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യ, ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ 30, ഏറ്റവും ചെറിയ സംഖ്യ 20, തമ്മിലുള്ള വ്യത്യാസം എത്ര? 10. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ ബി ഉത്തരം. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. 40 ഫ്രണ്ട്സ് അറ്റ് ദ മാരേജ് പാർട്ടി ഷുക്ക് ഹാൻഡ്സ് വിത്ത് ഈച്ച് അതർ ഓൺലി വൺസ്. അതായത് ഒരു മാരേജ് പാർട്ടിയിൽ 40 പേര് ഓരോരുത്തരും എല്ലാവരുമായിട്ടും ഷെയ്ക്ക് ഹാൻഡ് നൽകി. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്. ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങളെല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അറിയാത്തൊരു ഇത് പഠിച്ചോ. n × n-1/2. ഇതാ ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം. n എന്ന് പറഞ്ഞാൽ എത്ര പേര് പങ്കെടുക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ എത്ര പേരുണ്ട്. ഇവിടെ എത്ര പേരുണ്ട്? 40 പേര്. ഒരു മാരേജ് പാർട്ടിയിൽ 40 പേര് പങ്കെടുത്ത് അവർ പരസ്പരം എല്ലാവരും തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് നൽകി. അപ്പോൾ മൊത്തം എത്ര ഷെയ്ക്ക് ഹാൻഡ് ഉണ്ടാവുമെന്ന് ക്വസ്റ്റ്യൻ. n × n-1/2. n എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു n-1, 40 - 1 39/2. 2 40 കട്ട് ചെയ്ത് പോയി 20. ഓക്കെ. 9 2 18, 3 2 6 1 7, 0 ചേർന്ന് 780. മൊത്തം 780 ഷെയ്ക്ക് ഹാൻഡ്. തീർന്നു. അടുത്ത ചോദ്യം. 2 numbers are in the ratio. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 2 numbers are in the ratio 3:5. 2 സംഖ്യകൾ എയും ബിയും എന്ന് വിചാരിച്ചോ. അതിൻ്റെ റേഷ്യോ 3:5 ആണ്. ഇഫ് ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10. 2 നമ്പരും 10 വെച്ച് ഇൻക്രീസ് ആയി. ദ റേഷ്യോ ബിക്കം 5:7. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 5:7 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ 3 10 യൂണിറ്റ് കൂടിയപ്പോഴാണ് 5 ആയത്. ഈ 10 കൂടിയപ്പോഴാണ് 5 ആയത്. 5 10 കൂടിയപ്പോഴാണ് 7 ആയത്. ഇവിടെ രണ്ടിടത്തും കൂടിയേക്കുന്നത് ഒരേ നമ്പരാണ്. ഈ റേഷ്യോ പ്രകാരം അത് ഒരേ നമ്പരാണോ എന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യണം. 3 5 ആയി, കൂടിയേക്കുന്നത് 2 ആണ്. 5 7 ആയി, കൂടിയേക്കുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. റേഷ്യോ പ്രകാരം കൂടിയേക്കുന്നത് 2 ആണ്. ആ 2 യൂണിറ്റാണ് യഥാർത്ഥത്തിൽ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് എന്ത്? 10 എന്ന് പറയുന്നത്. 10. അതായത് 2 സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ 3:5 ആയിരുന്നു. അത് 5:7 ആയിരിക്കുന്നു. 2 സംഖ്യകളും 10 കൂടിയപ്പോഴാണ് 5:7 ആയത്. ഓക്കെ. 2 സംഖ്യകളും 10 വെച്ച് കൂടിയപ്പോഴാണ് 5:7 ആയത്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്പേഴ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? നമ്പേഴ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ റേഷ്യോ പ്രകാരം 2 യൂണിറ്റ് വെച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 2 യൂണിറ്റാണ് 10. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് 1 യൂണിറ്റിൻ്റെ വില കണ്ടെത്താം. 1 യൂണിറ്റിൻ്റെ വില എത്ര? 10/2 5. ഇനി നമ്മുടെ ചോദ്യത്തിൽ പറയുന്ന സംഖ്യകൾ ആരൊക്കെയാണ്? സംഖ്യകളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സംഖ്യ 3 യൂണിറ്റാണ്. അപ്പോൾ 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര നോക്കിയാൽ മതി? ഒരു സംഖ്യ 3 യൂണിറ്റും അടുത്ത സംഖ്യ 5 യൂണിറ്റോ. റേഷ്യോ എന്ന് പറയുമ്പോൾ യൂണിറ്റ് ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് 5 ആണെങ്കിൽ 3 യൂണിറ്റ് എത്ര? 3 × 5 15 ആയിരിക്കും. ഒരു സംഖ്യ 15. ഇപ്പോൾ 15 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. ഓക്കെ. ഉത്തരം ഓപ്ഷൻ ഡി. ഇനി അല്ല എങ്കിൽ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കണ്ട. നമുക്ക് സംഖ്യകൾ ഏതെന്നാ ചോദ്യം. ഓക്കെ. സംഖ്യകൾ 3:5 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റേഷ്യോ 3:5 ആവുന്ന നിങ്ങൾ ഈ ഓപ്ഷൻ ബി ഒന്ന് എടുത്തു നോക്ക്. ഈ 2 സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ 7:9. 3:5 ആവുന്നുണ്ടോ? അല്ല. അപ്പോൾ ഓപ്ഷൻ വെട്ടിക്കളയാം. ഈ 13 22 നമ്മളുടെ റേഷ്യോ നോക്ക്. ഇത് 3:5 ആവാൻ പറ്റുമോ? ഇല്ല. ഓപ്ഷൻ സി വെട്ടിക്കളയാം. ഇത് 3:5 ആവാൻ പറ്റും. ഇത് 3:5 ആവാൻ പറ്റുമോ? 5 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ 3 5 പറ്റും. ഇതിന് 2-നേ ഉള്ളൂ സാധ്യത. ഇനി 2ഉം 10 വെച്ച് ഇൻക്രീസ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്. ഇത് 10 ഇൻക്രീസ് ആയാൽ 13 ആവും.
ഇത് 10 ഇൻക്രീസ് ആയാൽ 15 ആവും. ഇത് തമ്മിലുള്ള റേഷ്യോ 10 ഇൻക്രീസ് ആയപ്പോൾ ഉള്ള റേഷ്യോ 5:7 ആയെന്നാണ് പറഞ്ഞത്. ഇത് 5:7 ആണോ? അല്ലല്ലോ. അപ്പോൾ അതും വെട്ടിക്കളയാം. അപ്പോൾ 3 എണ്ണം വെട്ടിയാൽ പിന്നെ എന്തുവാ? ഡി കറുപ്പിച്ചാൽ പോരെ. ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പുറം ഇപ്പുറം 10 കൂടി. അപ്പം റേഷ്യോ 5:7 ആയെന്നാണ്. അപ്പോൾ ഇത് നിലവിൽ 3:5 റേഷ്യോ, ശരിയല്ലേ? 15നെ 5 ഡിവൈഡ് ചെയ്ത് 3, 25നെ 5 ഡിവൈഡ് ചെയ്ത് 5. രണ്ടിടത്തും 10 കൂടി. 15 + 10 25, 25 + 10 35. 5 വെച്ച് കട്ട് ചെയ്ത് 5:7. ഇതാ കിട്ടി. ഇത് നമ്മുടെ ഉത്തരം. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. എ കോൺട്രാക്ടർ എംപ്ലോയിഡ് 210 men ടു കംപ്ലീറ്റ് എ കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ 60 days. അതായത് വർക്ക് ആൻ ടൈമിലെ ക്വസ്റ്റ്യനാണ്. ഇവിടം വരെ നിൽക്കട്ടെ, ബാക്കി പിന്നെ വായിക്കാം. ഒരു 210 ആൾക്കാരെ 60 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ ഒരു കോൺട്രാക്ടർ നിയമിച്ചു. എന്നുവെച്ചാൽ 210 പേര് 60 ദിവസം കൊണ്ട് ജോലി തീർക്കും. 210 പേര് 60 ദിവസം കൊണ്ട് ജോലി തീർക്കും. ഓക്കെ, അങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇനി ഇവർ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? 210 ആൾക്കാർ 60 ദിവസം കൊണ്ട് ജോലി തീർക്കും. 10 ദിവസം കഴിഞ്ഞാലോ? 210 പേർക്ക് 50 ദിവസം പോരാ ജോലി തീർക്കാൻ. 10 ദിവസം കഴിഞ്ഞാൽ 50 ദിവസം മതി. 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു 30 ദിവസം മതി. ഓക്കെ, ഒരു ദിവസം കഴിഞ്ഞാലോ? 210 പേര് 60 ദിവസം കൊണ്ട് ജോലി തീർക്കും. ഇവർ ഒരു ദിവസം വർക്ക് ചെയ്തിട്ട് പോയി. ഇനി അവർ എത്ര ദിവസം വരണം? 59 ദിവസം വരണം. മൊത്തത്തിൽ 60 ദിവസം വേണ്ടുന്നത്. ശരി. ആഫ്റ്റർ 12 days, 12 ദിവസം കഴിഞ്ഞ്. അപ്പോൾ 12 ദിവസം കഴിഞ്ഞാൽ ഇനി ഇവർക്ക് എത്ര ദിവസത്തെ ജോലി ബാക്കിയുണ്ടായിരുന്നു? 10 × 2 = 8, 5 × 1 = 4, 48 ദിവസത്തെ ജോലി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ 210 പേര്, ഞാൻ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടൊന്നും വായിച്ചിട്ടില്ല, ഇവിടം വരെ വായിച്ച ഈ ഒരു സെൻറ്റൻസേ വായിച്ചിട്ടുള്ളേ. 210 പേര് 48 ദിവസം കൊണ്ട് ബാക്കി ജോലി തീർക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 210 പേര് 60 ദിവസം കൊണ്ട് ജോലി തീർക്കുമായിരുന്നു. ആഫ്റ്റർ 12 days, 12 ദിവസം കഴിഞ്ഞ്. ഇനി 12 ദിവസം കഴിഞ്ഞാൽ 48 ദിവസത്തെ ജോലി ബാക്കിയുണ്ട്. ഇപ്പോൾ 210 പേർക്ക് 48 ദിവസത്തെ ജോലി ബാക്കിയുണ്ട്. ആഫ്റ്റർ 12 days, ഹി ആഡഡ് 70 more men. 70 പേരെയും കൂടെ ആഡ് ചെയ്തവിടെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 210 പേരുണ്ടായിരുന്നു, 70 പേര് ഇവിടെ വന്നാൽ ആ ജോലി ചെയ്യാൻ ഇനി എത്ര പേരായി? 210 + 70, 280 പേരായില്ലേ? അപ്പോൾ 280 പേർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ പോരെ. ഹൗ മെനി ഡേയ്സ് വിൽ ദ റിമൈനിങ് വർക്ക് വിൽ ബി ഫിനിഷ്ഡ്? അങ്ങനെയാണേ റിമൈനിങ് വർക്ക് എത്ര ദിവസം കൊണ്ട് ഫിനിഷ് ആകുമെന്ന ക്വസ്റ്റ്യൻ. 210 പേര് 60 ദിവസം കൊണ്ട് ജോലി തീർക്കും. 12 ദിവസം കഴിഞ്ഞു. ഇനി 48 ദിവസത്തെ ജോലി അവർക്ക് ബാക്കിയുണ്ടായിരുന്നു. 210 പേർക്ക് 48 ദിവസത്തെ ജോലി ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴാണ് 70 പേരെയും കൂടെ കൂട്ടുന്നത്. അപ്പോൾ 210 എന്നുള്ളത് 280 പേരാവും. അപ്പോൾ 280 പേർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 210 × 48 / 280. ഈ 0 0 കട്ട്. 21നെ 28നെ 7 വെച്ച് കട്ട് ചെയ്യാം. 7 3 21, 7 4 28. 4 48 കട്ട്. 12 അല്ലേ? 12 × 48. 12 × 3 36 ദിവസം. ഓപ്ഷൻ സി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് നോക്കിയോ, അത് ഇച്ചിരി ഒരു വെറൈറ്റി ചോദ്യമാണ് കേട്ടോ. എ മാൻ സെൽ 2 horses for rupees 600, 6000 ഈച്ച്, 6000, 6000. ഒരു മനുഷ്യൻ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വീതം വിറ്റ്. ആദ്യത്തെ ഒരു കുതിരയെ 6000 രൂപയ്ക്ക് വിറ്റു. രണ്ടാമത്തെ കുതിരയെ 6000 രൂപയ്ക്ക് വിറ്റു. നെയ്തർ ലോസിങ് ഓർ ഗെയിനിങ് ഇൻ ദ ഡീൽ. ഈ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ ഇല്ല. ഈ കച്ചവടത്തിൽ അയാൾക്ക് ലാഭമോ നഷ്ടമോ ഇല്ല. ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് പിന്നെ വായിക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി വായിച്ചു തരാം. അതായത് ഒരു കച്ചവടക്കാരൻ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വീതം വിറ്റു. എന്നുവെച്ചാൽ ആദ്യത്തേനെ 6000 രൂപയ്ക്ക് വിറ്റു, രണ്ടാമത്തേനെ 6000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ ടോട്ടലി അയാൾ വിറ്റേക്കുന്ന വില 12000 രൂപയാണ്. സെല്ല് ചെയ്ത പ്രൈസ്, വിറ്റ വില 12000 രൂപയാണ്. ഓക്കെ, ഈ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ ഇല്ല എന്ന് ചോദ്യത്തിൽ പറയുന്നു. എന്ന് വെച്ചാൽ അയാളുടെ കോസ്റ്റ് പ്രൈസും അപ്പം ഈ 12000 രൂപ തന്നെ ആയിരിക്കണം. കോസ്റ്റ് പ്രൈസും 12000 രൂപ തന്നെ ആയിരിക്കും. ക്ലിയർ ആണേ? ഇഫ് ഹി സോൾഡ് 1 horse അറ്റ് ഗെയിൻ 25%. ഒരു ഹോഴ്സ്, ഫസ്റ്റ് ഹോഴ്സ് പുള്ളിക്കാരൻ വിറ്റത് 25% ഗെയിനിനാണ്.
പ്രോഫിറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹോഴ്സിനെ അയാൾ വിറ്റേക്കുന്ന സെല്ല് ചെയ്ത പ്രൈസ് 6000 രൂപയ്ക്ക് ഇതാ വിറ്റേന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് അന്നേരം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് 25%. അപ്പോൾ അയാൾ വിൽപ്പന നടന്നേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 125% ആയിരിക്കണം. ശരിയല്ലേ? കാരണം 25% പ്രോഫിറ്റ് വിറ്റെങ്കിൽ അവിടെ വിൽപ്പന നടന്നേക്കുന്നത് 125%. അപ്പം 125% ആണ് യഥാർത്ഥത്തിൽ ആ വിൽപ്പന നടന്ന പ്രൈസ് 6000. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ ഹോഴ്സിൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റും. വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്, 100% എപ്പോഴും കോസ്റ്റ് പ്രൈസ്, അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി. എതിരെ നിൽക്കുന്നത് മൾട്ടിപ്ലൈ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 100 × 6000 ഡിവൈഡഡ് ബൈ 125. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. എതിരെ നിൽക്കുന്ന സംഖ്യകൾ മൾട്ടിപ്ലൈ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം കോസ്റ്റ് പ്രൈസ് 100% കോസ്റ്റ് പ്രൈസിന് കിട്ടും. ഒന്നാമത്തെ ഹോഴ്സിനെ വാങ്ങിച്ച വില കിട്ടും. ഓക്കെ, ഈ 100ഉം 125 നമുക്ക് 25 വെച്ച് കട്ട് ചെയ്യാം. 100-നകത്ത് എത്ര 25 ഉണ്ട്? 4. 125 എത്ര ഉണ്ട്? 5. ഈ 5ഉം ലാസ്റ്റ് 0 കൂടെ കട്ട് ചെയ്യാം. ലാസ്റ്റ് 0 എന്ന് പറഞ്ഞാൽ 10 ആണ്. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും? 2. ഇനി താഴെ വല്ലവരും ഉണ്ടോ? ഇല്ല. അപ്പം 4 2 8 8 × 6 48 2 0. അപ്പം നമ്മുടെ ഫസ്റ്റ് കോഴ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4800 ആണ്. ആദ്യത്തെ കുതിരയെ വാങ്ങിച്ചത് 4800, വിറ്റത് 6000 രൂപ. അപ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി 25%. ഇവിടം വരെ നമ്മൾ വായിച്ചു. അതിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ദെൻ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ലോസ് അറ്റ് വിച്ച് ദ അതർ ഹോഴ്സ് ഈസ് സോൾഡ്? രണ്ടാമത്തെ ഹോഴ്സിനെ എത്ര ശതമാനം ലോസിലാണ് വിറ്റത് എന്നതാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ കുതിരയെ എത്ര ശതമാനം ലോസി വിറ്റ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രണ്ടാമത്തെ കുതിരയെ വിറ്റ വില 6000 ആണ് കേട്ടോ. 2 കുതിരയും വിറ്റത് 6000 എന്ന് തന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ വാങ്ങി വിലയും കൂടെ കിട്ടണം, എന്നാലേ നമുക്ക് അതിൻ്റെ ലോസ് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2 എണ്ണത്തിൻ്റെയും കൂടെ കോസ്റ്റ് പ്രൈസ് 12000. ഫസ്റ്റ് ഹോഴ്സ് 1 പ്ലസ് സെക്കൻഡ് കുതിര 2, അതിൻ്റെ 2ൻ്റെയും കൂടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 12000. അതിൽ ആദ്യത്തെ കോസ്റ്റ് പ്രൈസ് നമുക്ക് 4800 കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കോസ്റ്റ് പ്രൈസ് അറിയത്തില്ല, പക്ഷേ 2 എണ്ണത്തിൻ്റെയും കൂടെ കോസ്റ്റ് പ്രൈസ് കൂട്ടുന്നതാണ് 12000. അതെന്തുകൊണ്ടാണ് ഈ 12000 ഇവിടെ കിട്ടിയത്? ലാഭം നഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിറ്റത് വാങ്ങിയത് ഒരേ വിലയാണ്, രണ്ടിനും കൂടെ ചേർത്ത്. അപ്പോൾ 2 എണ്ണത്തിൻ്റെയും കൂടെ കോസ്റ്റ് പ്രൈസ് 12000. അതിൽ ഒന്നാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് 4800 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തതും ആദ്യത്തിൻ്റെയും കൂടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസാണ് 12000. ആദ്യത്തത് 4800. അപ്പോൾ രണ്ടാമത്തതിൻ്റെ കോസ്റ്റ് പ്രൈസ് അവിടെ നിന്ന് കിട്ടത്തില്ലേ? അപ്പോൾ രണ്ടാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും? 12000 മൈനസ് 4800 ആയിരിക്കും. 12000 നിന്ന് 4800 പോട്ടെ. ഈ 2 0 നിന്ന് 2 0 പോയാൽ 2 0. 120 നിന്ന് 48 പോട്ടെ. 10 നിന്ന് 8 പോയാൽ 2. 11 നിന്ന് 4 പോയാൽ 7. 7200. അപ്പോൾ രണ്ടാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് 7200. രണ്ടാമത്തെ കുതിര വിറ്റത് 6000. അപ്പോൾ അവിടെ ലോസ് സംഭവിച്ചു. രണ്ടാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് 7200. ആദ്യത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് 4800. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 12000 കോസ്റ്റ് പ്രൈസ്. വിറ്റതും 12000. ലാഭം നഷ്ടമില്ല. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ കുതിരയെ വാങ്ങിയത് 7200, വിറ്റത് 6000. അവിടെ നഷ്ടമുണ്ട്. എത്ര നഷ്ടം? 7200 വാങ്ങിച്ചിട്ട് 6000 രൂപയ്ക്ക് വിറ്റ 1200 രൂപ നഷ്ടം. 1200 രൂപ നഷ്ടം. ശരിയല്ലേ? ഇപ്പോൾ ലോസ് 1200. അങ്ങനെയാണെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കണ്ടെത്താം. ലോസ് പെർസെൻറ്റേജ് കണ്ടെത്താനുള്ള റിസൾട്ട് എന്ന് പറയാം. രണ്ടാമത്തെ കുതിര വാങ്ങിയ വില 7200. രണ്ടാമത്തെ കുതിര വിറ്റ വില 6000. അപ്പോൾ അവിടെ ലോസ് സംഭവിച്ചിട്ടുണ്ട്. ലോസ് എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം 1200. അപ്പോൾ ആ രണ്ടാമത്തെ കുതിരയുടെ ലോസ് പെർസെൻറ്റേജ്, അതാണ് നമ്മുടെ ചോദ്യം. ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, ലോസ് എത്ര? 1200. കോസ്റ്റ് പ്രൈസ് എത്ര? 7200 ഇൻറ്റു 100. ഈ 2 0 2 0 കട്ട്. 12 6 72.
ഇപ്പം ഇവിടെ 2 നിൽപ്പുണ്ടല്ലോ 100/6. 100/6 എന്ന് പറഞ്ഞാൽ 50/3. 50/3% ലോസ്. അപ്പോൾ 50/3 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 50നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ ഒന്നും സ്ഥലമില്ല, അതാണ് കുഴപ്പം. 16 3 48, ബാക്കി 2. ഓക്കെ, അപ്പോൾ 16ഉം 2/3% എന്ന് വരത്തില്ലേ? 16ഉം 2/3%. 50/3നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പം 16ഉം 2/3%. ഓപ്ഷൻ ബി ഇത്രയും പെർസെൻറ്റേജ്. ഇത്തിരി കടുപ്പമുള്ള ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എ ബോക്സ് ഈസ് ടു ബി ഫില്ലഡ് വിത്ത് ആൻ ആപ്പിൾ ഈച്ച് വെയ്റ്റിംഗ് 1/10 കിലോഗ്രാം. എൻ്റെ മലയാളം പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. എ ബോക്സ് ഈസ് ഫില്ലഡ്, ഒരു ബോക്സ് ഫില്ല് ചെയ്യാൻ പോവാം ആപ്പിളുകളെ വെച്ച്. വെയ്റ്റിംഗ് 1/10 കിലോഗ്രാം. ഓരോ ആപ്പിളിൻ്റെയും വെയിറ്റ് 1/10 കിലോഗ്രാമാണ്. ഓരോ ആപ്പിളിൻ്റെയും വെയിറ്റ് 1/10 കിലോഗ്രാമാണ്. ഇതിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാം. അങ്ങനെ ഒരു ആപ്പിൾ 1/10 കിലോഗ്രാം, അടുത്തത് 1/10 കിലോഗ്രാം. അങ്ങനെ ഒരു 10 ഇട്ടാൽ 1/10 × 1/10 അല്ല 1/10 അധികം 1/10 അധികം 1/10 അങ്ങനെ 10 ആവുമ്പം 1 കിലോഗ്രാം ആവത്തില്ലേ? ഓക്കെ 1/10 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 100 ഗ്രാം. ഒരു ആപ്പിളിൻ്റെ വെയിറ്റ് 100 ഗ്രാം. അതൊക്കെ വിട്. ദ വെയ്റ്റ് ഓഫ് ദ ബോക്സ് ആഫ്റ്റർ ഫില്ലിംഗ് ദ ആപ്പിൾ ഷുഡ് നോട്ട് എക്സീഡ് 4/5 കിലോഗ്രാം. എന്ന് വെച്ചാൽ ഈ ആപ്പിളെല്ലാം ഫില്ല് ചെയ്ത് കഴിയപ്പം ബോക്സിൻ്റെ മാക്സിമം വെയിറ്റ് 4/5 കിലോഗ്രാം ആയിരിക്കണം. അതിൽ കൂടാൻ പാടില്ല. 4/5 കിലോഗ്രാം ആയിരിക്കണം ബോക്സിൻ്റെ വെയിറ്റ്, അതിൽ കൂടരുത്. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ആപ്പിൾ ദാറ്റ് ക്യാൻ ബി പുട്ട് ഇൻസൈഡ് ദ ബോക്സ്? മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ആപ്പിളിൻ്റെ വില 1/10. അങ്ങനെ ഞാൻ ഒരു n ആപ്പിൾ എടുത്തെന്ന് വിചാരിക്കാം. അപ്പം ആ ബോക്സിനകത്തുള്ള n ആപ്പിളിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1/10 × n ആണ്. അതെന്ന് പറയുന്നത് 4/5 കിലോഗ്രാമേ ആവാൻ പാടുള്ളൂ, അതിൽ കൂടുതലാവരുത്. അപ്പോൾ അതായിരിക്കും 4/5 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആപ്പിൾ, അതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ആപ്പിൾ ദാറ്റ് ക്യാൻ ബി പുട്ട് ഇൻസൈഡ് ദ ബോക്സ്? ആ ബോക്സിൽ നമുക്ക് ഇടാൻ പറ്റുന്ന മാക്സിമം ആപ്പിൾ. അതിനകത്ത് മാക്സിമം തൂക്കം 4/5 ആവാൻ പാടുള്ളൂ. അപ്പോൾ 1/10 × ആപ്പിളിൻ്റെ എണ്ണം n. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ആവും. അത് 4/5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് n കണ്ടെത്തണം. ഈ 5ഉം ഈ 10 കട്ട് ചെയ്യാൻ 2. ഓക്കെ, ഈ 2 നേരെ മണ്ടേ വന്ന് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ n = 2 × 4 8. എന്നിൻ്റെ വില 8 കിട്ടും. 8 ആപ്പിൾ ഇടാം. ഓപ്ഷൻ ഇത്. ഈ 4/5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കിലോഗ്രാമിനെ ഗ്രാം ആക്കണം. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം അല്ലേ? അപ്പോൾ 5ഉം × 2 ആണ് 10. ലാസ്റ്റ് 0 എന്ന് പറഞ്ഞാൽ 10. 5 × 2 10. 4 2 8. 800 ഗ്രാമേ മാക്സിമം ആവാവൂ. 800 ഗ്രാമേ മാക്സിമം ആവാവൂ. ഒരു ആപ്പിളിൻ്റെ വില 10 കിലോഗ്രാം. 10 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 100 ഗ്രാമാണ്. അപ്പോൾ 100 ഗ്രാമിൻ്റെ എത്ര ആപ്പിളായ 800 ഗ്രാം ആവും? 8 ആപ്പിൾ പോരെ. 100 ഗ്രാമിൻ്റെ 8 ആപ്പിളാകുമ്പോൾ 800 ഗ്രാം. സംഭവം സിമ്പിൾ. പെട്ടെന്ന് അങ്ങ് ചെയ്യും. ഫ്രാക്ഷനൊക്കെ കിടക്കുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ. ഗ്രാമിലോട്ട് മറ്റ് പരിപാടി അങ്ങ് പെട്ടെന്ന് കഴിയും. ഓക്കെ, 8. അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ക്വസ്റ്റ്യനാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ടേംസ് വിൽ ഹാവ് ടു ബി ആഡഡ് ടു ഗെറ്റ് ദ സം 10877 ഇൻ ദ അരിത്തമാറ്റിക് സീരീസ് 5 9 13 എക്സെട്ര. 5 9 13 എക്സെട്ര. അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓപ്ഷനും കൂടി ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി വൃത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 × 2a + n - 1 × d. ഇതാണ് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ തുക തന്നിട്ടുണ്ട് 10877. ഓക്കെ, n അതാ ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഹൗ മെനി ടേംസ്, എത്ര ടേംസ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിൻ്റെ എണ്ണോ കണ്ടുപിടിക്കേണ്ടത്. വിൽ ഹാവ് ഇറ്റ് ടു ബി ആഡഡ്, എത്ര ടേംസ് ആഡ് ചെയ്താൽ ടു ഗെറ്റ് നമുക്ക് കിട്ടും ദ സം
10877. അതായത് എത്ര സംഖ്യകൾ ആഡ് ചെയ്താൽ നമുക്ക് 10877 കിട്ടും ഈ അരിത്തമെറ്റിക് സീരീസിൽ. ഏത്? ഈ 5, 9, 13 എന്ന് പോകുന്ന അരിത്തമെറ്റിക് സീരീസിനകത്തെ എത്ര പദങ്ങൾ എടുത്ത് കൂട്ടിയാൽ 10877 കിട്ടുമെന്നാണ്. n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷനിൽ കിടക്കുന്നത് n ആണ്. ഈ n എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കിട്ടുന്നത് നോക്കി എടുക്കുന്നതാണ് ബെറ്റർ. നമുക്കൊന്ന് ചെയ്യാം. തൽക്കാലം കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കിതിനകത്ത് ഇടാം. n/2 ഇൻറ്റു 2a. a എത്ര? ആദ്യ പദം 5. n-1 അറിഞ്ഞൂടാ. ഇൻറ്റു d എത്ര? d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. ഇവിടെ എത്ര കൂടുന്നത്? 4. ദാറ്റ് ഇസ് ഈക്വൽ ടു 10877. ഇനി നിങ്ങൾ നോക്ക്, ദാണ്ട് ഇതൊരു ടേമാണേ, ഇത് അടുത്ത ടേമാണ്. ഈ രണ്ടിടത്തുനിന്ന് ഞാനൊരു 2 ഇഞ്ച് പുറത്തെടുക്കുന്നു. 2 ഇഞ്ച് പുറത്തെടുത്ത് കുഴപ്പമില്ലല്ലോ. ഇവിടുന്ന് 2 പുറത്തെടുത്ത് 5 കാണും. ഈ 4-നകത്ത് 2 കോമ എടുത്താൽ പിന്നെ ഒരു 2 അവിടെ കാണും. അതാണ് 10877. ഈ 2 കട്ട് ചെയ്യാൻ അത് ചെയ്തത്. ഓക്കെ, n ഇൻറ്റു ഈ 2 കൊണ്ട് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ 2n അല്ലേ? വേണ്ട. 5 പ്ലസ് n-1 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10877. ഓപ്പൺ ചെയ്യണോ നോക്കട്ടെ. 2n പ്ലസ് 3 എന്ന് കിട്ടും. 2n പ്ലസ് 3. ഓപ്പൺ ചെയ്തേക്കാം. അപ്പോൾ n ഇൻറ്റു 5 പ്ലസ് 2 കൊണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ 2n മൈനസ് 2. ഓക്കെ, 2 കൊണ്ട് ഓപ്പൺ ചെയ്യുന്നത്. 2n മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10877. അപ്പം ഇതിങ്ങനെ സോൾവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഇവിടെ ഒരു 2n കിടപ്പുണ്ട്. 2n പ്ലസ് 5 മൈനസ് 2. 5 മൈനസ് 2 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 10877. ഇത്ര എത്തിയിട്ട് നിങ്ങളത് അകത്ത് കയറി ഓപ്പൺ ഒന്നും ചെയ്യേണ്ട. ഈ എന്നിന് ഓരോ ഓപ്ഷൻ എടുത്ത് കിട്ടുകൊടുക്കുക. അപ്പോൾ ഇത് കിട്ടുമെന്ന് നോക്കിയാൽ മതി. 10877 കിട്ടും. നമുക്കൊന്ന് നോക്കിയാലോ? ചുമ്മാ നോക്കാം. ഞാൻ എന്നിൻ്റെ വില 71 ഇടുന്നു. 71 കേട്ടോ. അപ്പോൾ n ഞാൻ 71 എടുക്കുന്നു. 71 ഇൻറ്റു 2n എന്ന് വെച്ചാൽ 2n 71ൻ്റെ ഇരട്ടി. 2n 71ൻ്റെ ഇരട്ടി ഒന്ന് കണ്ടുപിടി. 2 7 2 14 142. 142 പ്ലസ് 3 145. ഇത് മൾട്ടിപ്ലൈ ആകുമ്പം 10877 കിട്ടുമോ? കിട്ടത്തില്ല. അതെന്താ കിട്ടാത്തത്? ഈ 71 ഇൻറ്റു 141 ചെയ്യാൻ നേരത്ത് 1 ഇൻറ്റു 5 5. 5-ൽ അവസാനിക്കുന്നതേ വരത്തുള്ളൂ. നമുക്ക് 7-ൽ അവസാനിക്കുന്നത് കിട്ടണം. അപ്പോൾ 71 അല്ല നമ്മുടെ ഉത്തരം. മനസ്സിലായില്ലേ? ഇനി അടുത്ത 63 ചെക്ക് ചെയ്യാം. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 63 ഇട്ട് ഇൻറ്റു 2n എന്ന് വെച്ചാൽ 2 ഇൻറ്റു 63. 2 ഇൻറ്റു 63 പറയാം 3 2 6 6 2 12. 126 പ്ലസ് 3. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 10877 കിട്ടുമോ? 126 പ്ലസ് 3 129. അപ്പോൾ 63 ഇൻറ്റു 129. 9 3 27. 7-ൽ അവസാനിക്കുന്നതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും. നമുക്കത് നോക്കിയാലോ. 129 63. 9 3 27 2 3 2 6 7 8 1 3 3 9 6 54 5 6 2 12 5 17 1 1 6 6 1 7 7 8 4 12. ഇത്രയാപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലെന്ന്. കാരണം 7 8 4 12. നമുക്ക് 77 കിട്ടണം. ഇത് 27 ആയതേ ഉള്ളൂ. കളഞ്ഞേക്കാം. അപ്പോൾ അതുമല്ല. ഓക്കെ, ഇനി അടുത്ത 73 പദങ്ങളുടെ ടേമാണ്. കണ്ടുപിടിക്കാം. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കിട്ടുമെന്ന് നോക്കണ്ടേ. n 73. 2n 146 പ്ലസ് 3 149. ശരിയല്ലേ? എന്നിൻ്റെ വില ഞാൻ 73 ഇട്ടേക്കുന്നത്. 2n 73 ഇൻറ്റു 2 146 പ്ലസ് 3 149 ഇൻറ്റു 73. ഒന്ന് ചെയ്ത് നോക്കാം. 149 ഇൻറ്റു 73. 9 3 27 2 4 3 12 14 1 1 3 3 1 4 9 7 63 1 7 4 28 9 7 63 3 6 7 4 28 28 6 28 6 34 4 3 1 7 7 7 3 10.
7781 കിട്ടി. 10877 കിട്ടി. എത്ര ഇട്ടപ്പം? 73 ഇട്ടപ്പം. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷൻ. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വേറൊരു ഒന്നുമില്ല. ശരി, ഞാൻ പറയാൻ വന്നത് എന്തോന്നറിയാമോ? ഈ എന്നിൻ്റെ വില 71 നിങ്ങൾ ഇവിടെ ഇട്ട് കൊടുത്തത് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ 10877 അതിനേക്കാളിലും താഴെയുള്ളൊരു വില കിട്ടിയേനെ. ഓക്കെ, അപ്പം അതിനേക്കാളും താഴെയുള്ളൊരു വില കിട്ടിയേനെ. 10877 താഴെയുള്ള വില. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് 10877. അപ്പോൾ 71 വലിയൊരു വില ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും 63 ഇട്ട് കൊടുക്കത്തില്ല. 71 വലുതായ 73, 74 ഇതേ ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ 73 ഇട്ട് കൊടുക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിൽ ഉത്തരം കിട്ടുകയും ചെയ്യും. കിട്ടിയില്ലായിരുന്നെങ്കിൽ അതും വെട്ടിയിട്ട് ഇത് കറുപ്പിക്കായിരുന്നു. ഓക്കെ, അത് ചെയ്തായിരുന്നെങ്കിലുള്ള ഗുണം ഞാൻ പറഞ്ഞത്. നമ്മളത് ചെയ്തില്ലല്ലോ. ലാസ്റ്റ് ഡിജിറ്റ് നോക്കി അത് ഒഴിവാക്കുക നമ്മൾ ചെയ്താൽ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 73. എ സിലിണ്ട്രിക്കൽ ബക്കറ്റ് ഓഫ് ഡയമീറ്റർ 42 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ വാസ് ഫുൾ ഓഫ് സാൻഡ്. അതായത് സിലിണ്ടർ അല്ലേ, സിലിണ്ടറിനകത്ത് നിറച്ച് മണലുണ്ട്. സിലിണ്ടർക്ക് വെർട്ടിക്കൽ ഹൈറ്റ് ഫുൾ ഓഫ് സാൻഡ്. അപ്പം അതിനകത്ത് മണലുണ്ടെങ്കിൽ അതിനർത്ഥം അതിൻ്റെ വ്യാപ്തം വോളിയമായിട്ട് കണക്റ്റഡാണ്. മനസ്സിലായോ? വോളിയമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഇത്ര ഇവിടെ നിൽക്കട്ടെ. ഒരു സിലിണ്ട്രിക്കൽ ബക്കറ്റ്, സിലിണ്ടറിൻ്റെ ഷേപ്പിലുള്ള ബക്കറ്റ്, അതിനകത്ത് നിറച്ച് മണലുണ്ട്. അപ്പോൾ അതിൻ്റെ മണൽ അതിനകത്ത് പറയുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വോളിയോ, അതിനകത്തുള്ള കണ്ടൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ വോളിയോ. അപ്പോൾ എന്തുവാ ഒരു സിലിണ്ടറിൻ്റെ വോളിയോ എന്ന് പറഞ്ഞാൽ πr²h. സിലിണ്ടറിൻ്റെ വോളിയം πr²h. ഓക്കെ, ഡയമീറ്റർ 42 തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എത്ര ആയിരിക്കും? സിലിണ്ടറിൻ്റെ റേഡിയസ് 42ൻ്റെ പകുതി 21. ബാക്കി ചോദ്യമൊക്കെ നമുക്ക് പിന്നെ വായിക്കാം കേട്ടോ. അതിൻ്റെ ഹൈറ്റ് എച്ച് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10 തന്നിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr²h. ഇനി ബാക്കി തുടരാം. വെൻ ദ സാൻഡ് ഇൻ ദ ബക്കറ്റ് വാസ് ട്വയർഡ് ഓൺ ദ ഗ്രൗണ്ട്. അതായത് ആ സാൻഡ്, ആ ബക്കറ്റിലെ സാൻഡ് ഉണ്ടല്ലോ, മണൽ, നമ്മളൊരു ഗ്രൗണ്ടിലേക്ക് തട്ടുവാണ്. ദ സാൻഡ് കൺവേർട്ടഡ് ഇൻ ടു ഷേപ്പ് ഓഫ് കോൺ. അപ്പോൾ ഒരു ബക്കറ്റ് മണൽ നമ്മളിങ്ങനെ താഴോട്ട് ഇടപ്പോൾ ഒരു കോണിൻ്റെ ഷേപ്പിലല്ലേ അവിടെ ഫോം ചെയ്ത് വരുന്നത്. കോണിൻ്റെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു കോൺ ആകൃതിയിൽ ഇങ്ങനെ പൊങ്ങി വരത്തില്ലേ കോൺ. അപ്പോൾ കോണിനകത്തുള്ളത് മണലാണ്. അപ്പോൾ കോണിൻ്റെ വോളിയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. എന്തുവാ കോണിൻ്റെ വോളിയം? കോണിൻ്റെ വോളിയം 1/3 πr²h. ഈ സിലിണ്ടറിനകത്തെ മണൽ വെച്ചാണ് കോണിൻ്റെ മണൽ ഫോം ചെയ്തേക്കുന്നത്. കാരണം സിലിണ്ടറിലെ മണൽ അങ്ങോട്ട് തട്ടപ്പോഴാണല്ലോ കോൺ ഫോം ചെയ്യുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ മണൽ സെയിം അല്ലേ? എന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിനകത്തുള്ള കണ്ടൻറ്റ് സെയിം അല്ലേ? എന്ന് വെച്ചാൽ രണ്ടിൻ്റെ വോളിയം സെയിം അല്ലേ? എന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണത്തിൻ്റെ വോളിയം സെയിം ആയിരിക്കും. ഓക്കെ, ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ 21 സെൻറ്റിമീറ്റർ. കോണിൻ്റെ ഹൈറ്റ് ഞാൻ എച്ച് എന്ന് വിളിച്ചിട്ടുണ്ട്, അത് 21 സെൻറ്റിമീറ്ററാണ്. വാട്ട് വാസ് ദ ബേസ് ഏരിയ ഓഫ് ദ കോൺ? കോണിൻ്റെ ബേസ് ഏരിയ എന്തുവാന്ന്? കോണിൻ്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. കോണിൻ്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ കോണിൻ്റെ ബേസ് സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ πr². അതാ കണ്ടുപിടിക്കേണ്ടത്. ഈ സാധനമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, πr². കോണിൻ്റെ ബേസ് ഏരിയ πr² കണ്ടുപിടിക്കേണ്ടത്. πr². കോണിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ സർക്കിളാണ്. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr². കോണിൻ്റെ റേഡിയസ് 6 എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ πr² കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് അറിയാവുന്നതൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് 7ൻ്റെ മൾട്ടിപ്പിൾ കാണുവാണെങ്കിൽ, ഇപ്പോൾ 42 7ൻ്റെ മൾട്ടിപ്പിളാണ്, 21 7ൻ്റെ മൾട്ടിപ്പിൾ, അങ്ങനെ 7ൻ്റെ മൾട്ടിപ്പിൾ കാണുവാണെങ്കിൽ പൈയുടെ വില നിങ്ങളെപ്പോഴും 3.14 അല്ല 22/7 ഉപയോഗിക്കണം. അപ്പോൾ ഈ പൈയുടെ സ്ഥാനത്ത് ഞാൻ 22/7 ഉപയോഗിക്കുന്നു. ഇൻറ്റു 6. റേഡിയസ് എത്ര? 21. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് 21 × 21. ഹൈറ്റ് എത്ര? 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഈ പൈ ഞാൻ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ πr² എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ബേസ് ഏരിയ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ πr², അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതവിടെ ഒരുമിച്ചങ്ങ് നിർത്തിയിരുന്നാൽ മതി. എച്ച് കോണിൻ്റെ ഹൈറ്റ് എത്ര? 21. അപ്പോൾ ഈ 3ഉം 21 കൂടെ കട്ട് ചെയ്യുക 7. ഈ 7ഉം 21 കൂടെ കട്ട് ചെയ്യുക 3.
ഓക്കെ, നമുക്ക് കണ്ടെത്തേണ്ടത് πr². അപ്പോൾ അതിനോടൊപ്പമുള്ള ഈ 7 ഇപ്പുറത്തുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ പോരെ. ഈ πr² കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനോടൊപ്പമുള്ള 7 മാത്രമേ ഇനി ഉള്ളൂ. ആ 7 ഇവിടെ കൊണ്ടുവന്ന് അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ, മതി. ഇവിടെ ഉള്ള ആളാരാ? 22 ഉണ്ട്, പിന്നെ ഒരു 3 ഉണ്ട്, പിന്നെ ഒരു 21 ഉണ്ട്, പിന്നെ ഒരു 10 ഉണ്ട്. 22, 3, 21, 10 കട്ട് ചെയ്തെടുത്തോ. 7, 3, 21, 3, 9, 22 × 9 അടി 9, 2, 18, 1, 9, 2, 18, 1, 19, 198. ഇവിടെ ഒരു 0 കിടക്കുന്നുണ്ടോ? 1980. ഇതാ πr² ബേസ് ഏരിയ 1980. ഓപ്ഷൻസ് എ 1980. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ കണക്കാണ്. 1 - 1/2 × 1 - 1/3 × 1 - 1/4 × എക്സെട്ര 1 - 1/20. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ അടി 1 ഇടാം, ക്രോസ് ചെയ്യാം. 1 × 2 2, മൈനസ് 1 × 1 1, ഡിവൈഡ് ബൈ 2. 1 × 3 3, മൈനസ് ഇതിൻ്റെ അടി 1 ഇട്ട് ക്രോസ് ചെയ്യുക. 1 ഡിവൈഡ് ബൈ 3. 1 × 4 4, മൈനസ് 1 × 1 1 ബൈ 4 ഇൻറ്റു എക്സെട്ര. 1 × 20 20, മൈനസ് 1 × 1 1 ബൈ 20. 2 ൽ നിന്ന് പോയ 1 1/2. 3 ൽ നിന്ന് പോയ 2 2/3. 4 ൽ നിന്ന് പോയ 3 3/4. ഇങ്ങനെ പോയി ലാസ്റ്റ് 20 ൽ നിന്ന് പോയ 19/20. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ 2ഉം ഈ 2 കൂടെ കട്ട്, ഈ 3ഉം ഈ 3 കൂടെ കട്ട്, ഈ 2 ഇപ്പുറത്തുള്ള 2ആയിട്ട് കട്ട്, ഈ 3 ഇപ്പുറത്തുള്ള 3ആയിട്ട് കട്ട്. ഇങ്ങനെ പോയി ഈ 19 ഇപ്പുറത്തൊരു 19 കാണും ഉറപ്പായിട്ടും, അതുമായിട്ട് കട്ട്. അവശേഷിക്കുന്നത് ഈ 1ഉം ഈ ലാസ്റ്റ് നമ്പർ 20 ആയിരിക്കും. 1/20. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഈ 4 ഇപ്പുറത്തുള്ള 4ആയിട്ട് കട്ട് ചെയ്ത് പോയിക്കോളും കേട്ടോ. 1/20 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 9x പ്ലസ് 3x മൈനസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 0? എക്സിൻ്റെ വില കണ്ടെത്താനാണ്. ഈ -90 അപ്പുറത്താക്കാമേ. 9x പ്ലസ് 3x ദാറ്റ് ഈസ് ഈക്വൽ ടു 90. ഓപ്ഷൻ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. 3 എടുത്ത് ഇട്ട് കൊടുത്ത്, ഇവിടെ 3 ഇട്ട് കൊടുക്കപ്പോൾ 9ൻ്റെ ക്യൂബ് 9ൻ്റെ ക്യൂബ് 700 ഒക്കെ പോവും. 700 ആണോ? 98 99 81 98 729. അപ്പം ഒരിക്കലും 90 കിട്ടത്തില്ല. അപ്പം 3 അല്ല 6 അപ്പം വരുമോ? 9/6 ഭയങ്കര നമ്പരാണ്. 9 × 9 ആവുമ്പോൾ തന്നെ 81 ആയി. 81 × 9 ആവുമ്പോൾ തന്നെ 9 98 72 729 ആയി. ഒരിക്കലും 6 അല്ല. 4 ആവുമോ? 3 പോലും ആവത്തില്ലെന്ന് പറഞ്ഞു. അപ്പം 4 വരുമോ? ഇല്ല. അപ്പോൾ 2 വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 9ൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇട്ടോട്, പ്ലസ് 3/2 90 കിട്ടുമെന്ന് നമുക്ക് അറിയേണ്ടത്. 90 കിട്ടിയാൽ ഉത്തരവായി. ഓക്കെ, നോക്കാം. 90 കിട്ടുമെന്ന്. 9ൻ്റെ സ്ക്വയർ 81 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9. 81 9 90 അല്ലേ? കിട്ടിയില്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ വ്യത്യാസം. ഓൺ എ സർട്ടൺ സം ഓഫ് മണി അറ്റ് 10% പെർ ആനം ഫോർ 2 years. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ 2 വർഷത്തേക്കുള്ള വ്യത്യാസം P × R/100 × R/100. കേട്ടോ? കാണാപ്പടം പിടിച്ചു വെച്ചോ. കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 2 വർഷത്തേക്കുള്ളതാണ്. P × R/100 × R/100. 2 വർഷത്തേക്കാണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ കേട്ടോ. P × R/100 × R/100. ഇതാ 2 വർഷത്തെ വ്യത്യാസം. ഈ ചോദ്യം പറഞ്ഞേക്കുന്നത് ഒരു നിശ്ചിത തുകയുടെ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 25 രൂപ എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25 രൂപ എന്ന് ചോദ്യം പറയുന്നു. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ഓഫ് മണി. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതവിടെ നിൽക്കട്ടെ. ഫോർ 2 years 2 വർഷത്തേക്കുള്ള വ്യത്യാസം ആകുന്നു 25 രൂപ. അപ്പോൾ ഈ വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാ, അത് 25 രൂപ എന്ന് പറയുന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് P കണ്ടുപിടിച്ചാൽ മതി. P × R തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് 10% പെർ ആനം. എന്നുവെച്ചാൽ 6 എന്ന് പറയുന്ന 10 തന്നിട്ടുണ്ട്. അപ്പോൾ 10/100 × 10/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 25.
ഈ 0 കട്ട്, ഈ 0 കട്ട്, ഈ 100 അപ്പുറത്ത് പോകുമ്പം പി കിട്ടും. 25 × 100 2500. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ലാസ്റ്റ് വൺ. 60 - 10 മീൻസ് 600. ഇത് ബോട്ട് മാസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് വേറെ രീതി അവർ നിങ്ങൾ ചോദിച്ചേക്കുന്നേ ഉള്ളൂ. 60 - 10 എന്ന് പറഞ്ഞാൽ 600. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 60ഉം 10ഉം കൂടെ എന്ത് ചെയ്യപ്പോഴാണ് 600 കിട്ടുന്നത്? മൾട്ടിപ്ലൈ ചെയ്യപ്പോഴാണ്. അപ്പോൾ ഈ സാധനം മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ, ഈ മൈനസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന മൾട്ടിപ്ലിക്കേഷനാണ്. 12 / 4 എന്ന് പറഞ്ഞാൽ 16. 12 4 എന്ത് ചെയ്യപ്പോഴാണ് 16 കിട്ടുന്നത്? ആഡ് ചെയ്യപ്പോഴാണ്. അപ്പോൾ ഈ സാധനം പ്ലസ്സാണ്. 6 × 3 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 6 3 എന്ത് ചെയ്യപ്പോഴാണ് നമുക്ക് 3 കിട്ടുന്നത്? മൈനസ് ചെയ്യപ്പോഴല്ലേ. അപ്പം ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ്. 6 - 3 അല്ലേ 3. 10 + 2 എന്ന് പറഞ്ഞാൽ 5. 10, അപ്പോൾ ഇതെന്തോ ഡിവിഷൻ അല്ലേ. 10 / 2 അല്ലേ 5. ക്ലിയർ അല്ലേ? ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇത് 100 മൈനസാണ്. മൈനസിന് അവരെന്തോ മൾട്ടിപ്ലിക്കേഷൻ 10 ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്തുവാ? എവിടെയെങ്കിലും കാണും. ഇൻറ്റു എന്ന് പറഞ്ഞാൽ -1000. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ്, വീണ്ടും 1000. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിവിഷൻ 100. ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്തുവാ? -10. ജാഗ്രത ചെയ്യണം. ബോട്ട് മാസ് അനുസരിച്ച് ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഉണ്ടോ നോക്കണം. ഇല്ല. പിന്നെ ഡിവിഷൻ ഉണ്ടോ നോക്കണം. ഡിവിഷൻ ഉണ്ട് ഇവിടെ, അത് ചെയ്യണം. ഈ മൾട്ടിപ്ലിക്കേഷൻ കൂടെ അങ്ങ് ചെയ്തോ കേട്ടോ. 100 × 10 1000 -1000 പ്ലസ് 1000/100 10 -10. 1000 - 1000 0. 10 - 10 0. 0 + 0 0. ഫൈനൽ ഉത്തരം ഓപ്ഷൻ ബി 0. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഡിഗ്രി പ്രിലിംസിലെ സ്റ്റേജ് 1 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.